തന്നെ മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുകയാണ്. വളരെ വ്യത്യസ്തനായ ഒരു മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നിരവധിയായിട്ടുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾ പലതും സഭയുടെ ഏറ്റവും പരമോന്നത പദവിയിലിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തെ കാണുന്നത്? 130 കോടിയിലേറെ വിശ്വാസികളുടെ തലവനായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, വിമർശകരെ പോലും കൂടെ നിർത്തുന്ന ഒരാളായിരുന്നു മാർപ്പാപ്പ എന്ന് പറയുന്നത്. വിശ്വാസികൾക്ക് വലിയ അടുപ്പം തോന്നുന്ന, ഒരുപക്ഷെ കുറച്ചുകൂടി വിശ്വാസികൾക്കിടയിൽ പ്രചാരകനായിരുന്ന ഒരാളായിരുന്നു ഇപ്പോഴത്തെ ഈ മാർപ്പാപ്പ എന്ന് പറയുന്നത്. ഇടയ്ക്ക് അദ്ദേഹം അസുഖബാധിതനായിരുന്നു. ആശുപത്രിയിൽ നിന്ന് അസുഖം കുറഞ്ഞ് വിശ്രമത്തിലായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് മരണം സംഭവിക്കുന്നത്. കത്തോലിക്ക സഭയെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളോടെ നയിച്ച മഹാ ഇടയൻ, ആഗോള കത്തോലിക്ക സഭയിൽ നവീകരണത്തിന്റെ വാതിൽ തുറന്നിട്ട രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നേരവകാശി, നയതന്ത്രജ്ഞൻ, അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇത്തരം വിശേഷണങ്ങളാകും ഒരുപക്ഷെ ഏറ്റവും നന്നായി ചേരുന്നത്. പോപ്പ് ബെനഡിക്ട് 16 സ്ഥാനമൊഴിഞ്ഞതോടെ കത്തോലിക്ക സഭയുടെ അമരത്തേക്ക് അർജന്റീനക്കാരനായ ഹോർഗെ മാരിയോ ബെർഗോളിയോ എന്ന കർദിനാളിന്റെ വരവ് ആകസ്മികമോ അപ്രതീക്ഷിതമോ ആയിരുന്നില്ല. കത്തോലിക്ക സഭയ്ക്ക് ആഗോള മുഖച്ഛായ നൽകുകയും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ആളാണ് മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച മാർപ്പാപ്പ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് തന്നെ. വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട്. അത് മാറ്റം വരുത്താൻ വേണ്ടി അദ്ദേഹം കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. അങ്ങനെ പല മാറ്റങ്ങളും സഭയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആഗോള കത്തോലിക്ക സഭയുടെ അധികാര ശ്രേണിയിൽ മൂന്നാമനായിരുന്ന കർദിനാൾ അഴിമതി കുറ്റത്തിന് വിചാരണ നേരിട്ട് ശിക്ഷിക്കപ്പെട്ടു. ഇന്ന് അയാൾ തടവറയിലാണ്. ഇത്തരം ഉയർന്ന അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവരെ വിചാരണ ചെയ്യാൻ വത്തിക്കാനിൽ മാർപ്പാപ്പ പ്രത്യേക കോടതി വരെ സ്ഥാപിച്ചായിരുന്നു. ഒരു അൽമായനായിരുന്നു ഈ കോടതിയുടെ ജഡ്ജി. മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ടർ കോളേജിൽ പരിഷ്കരണവാദികൾക്കുൾപ്പെടെ അദ്ദേഹം കസേരയിട്ട് നൽകി. ഇതുവരെ കർദിനാൾമാർ ഉണ്ടായിട്ടില്ലാത്ത ചെറു രാജ്യങ്ങളിൽ നിന്ന് പോലും കർദിനാൾമാരെ ചേർത്ത് കർദിനാൾ സംഘം മാർപ്പാപ്പ പരിഷ്കരിച്ചു. ഇറ്റാലിയൻ കർദിനാളായ പിയത്രേ പരോളിൽ പോലുള്ളവരെ ചേർത്ത് നിർത്തി മുഖ്യ ചുമതല നൽകാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പൗരസ്ത്യ സഭകളുടെ തലവന്മാർക്ക് കർദിനാൾ പദവി എന്ന കീഴ്വഴക്കം ഫ്രാൻസിസ് മാർപ്പാപ്പ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹം പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സിറോ മലബാർ ഉക്രൈൻ സഭകളുടെ കാര്യത്തിലും ലോകം ഇത് കണ്ടതാണ്. അധികാരമേറ്റ ആദ്യ നാളുകളിൽ തന്നെ വിശുദ്ധ പദവിയിലേക്ക് ജോൺ 23 പേര് കൂട്ടിച്ചേർത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയത് ഒരു വലിയ സൂചനയായിരുന്നു. കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്ന അസാധാരണ സംഭവം ജോൺ 23 മാത്രം ചിന്തയിൽ വിരിഞ്ഞതാണ്. എന്നാൽ കൗൺസിൽ പൂർത്തിയാക്കാതെ അദ്ദേഹം വിടവാങ്ങിയതോടെ ലക്ഷ്യത്തിലെത്താൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് കഴിഞ്ഞിരുന്നില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷം സമഗ്ര മാറ്റത്തിലേക്ക് കത്തോലിക്ക സഭയെ നയിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. കത്തോലിക്ക സഭയ്ക്ക് പുറത്തും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടൽ ശക്തമായിരുന്നു. ഇതര മതങ്ങൾക്ക് വത്തിക്കാനിൽ സ്വാഗതം അരുളിയിട്ടുണ്ട് അദ്ദേഹം. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾ, റഷ്യൻ യുക്രൈൻ യുദ്ധത്തിനെതിരായ നിലപാടുകൾ, അമേരിക്കൻ ബിഷപ്പ് കോൺഫറൻസിനെതിരെയുള്ള നിലപാടുകൾ, ട്രംപിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ശ്രദ്ധേയ കേന്ദ്രമാക്കി. ചെറുപ്പത്തിൽ കുടിയേറ്റക്കാരനായി പറിച്ചു നടപ്പെട്ട സാഹചര്യം എക്കാലത്തും കുടിയേറ്റ ജനതയോടുള്ള ഐക്യദാർഢ്യമായി പോപ്പ് ഫ്രാൻസിസ് ഉയർത്തിപ്പിടിച്ചു. ഈ നിലപാടിന് മുൻപിൽ യൂറോപ്പിന് വഴങ്ങേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇന്നോളം ചിന്തയിൽ പോലും വരാത്ത LGBTQ+ സമൂഹത്തോടുള്ള കാഴ്ചപ്പാടുകൾ, കുടിയേറ്റ ജനതയോടുള്ള കരുതൽ, പൗരോഹിത്യ ദുഷ്പ്രഭുത്വം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിലും മാർപ്പാപ്പയുടെ കാഴ്ചപ്പാടുകൾ മറ്റു മാർപ്പാപ്പ ഉള്ളതിനേക്കാളൊക്കെ വ്യത്യസ്തമായിരുന്നു. ഒരുപാട് പരിഷ്കരണങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പരിസ്ഥിതി പോലുള്ള കാര്യങ്ങൾ സാധാരണ മാർപ്പാപ്പമാരൊന്നും അഭിപ്രായം പറയാത്ത വിഷയത്തിൽ പോലും അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ധന്യ പറഞ്ഞതുപോലെ LGBTQ, അതായത് സ്വവർഗാനുരാഗികൾ അതൊരു കുറ്റമല്ല അവരെയും ചേർത്ത് എന്നുള്ള. പിന്നെ അതുപോലെ തന്നെ ഈ ധന്യ പറഞ്ഞതുപോലെ കുടിയേറ്റ അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുടിയേറ്റക്കാർക്ക്, അഭയാർത്ഥികൾക്കൊക്കെ വലിയ
പിന്തുണ കൊടുക്കുന്ന ഒരു മാർപ്പാപ്പ കൂടിയായിരുന്നു അദ്ദേഹം. അവരോടൊപ്പം സഹാനുഭൂതിയോടുകൂടി കാണണം എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു എല്ലായ്പ്പോഴും വെച്ചിരുന്നത്. പിന്നെ പരിസ്ഥിതി വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു. പരിസ്ഥിതിയെ മലീമസമാക്കുന്ന ഏത് നടപടിക്കും അദ്ദേഹം എതിരായിരുന്നു. പിന്നെ അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിനകത്തുള്ള പരിഷ്കരണമാണ്. ഈ മഹാവിസ്ഫോടന സിദ്ധാന്തത്തെയൊക്കെ, ബിഗ് ബാങ് തിയറിയെയൊക്കെ അദ്ദേഹം അതിനെയൊന്നും തള്ളിക്കളയേണ്ടത് വിശ്വാസവുമായിട്ട് കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നതല്ല എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞ ആളാണ്. അതെ, ഭിന്ന ലൈംഗികതയിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ വിപ്ലവം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സ്വവർഗരതി കുറ്റകൃത്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അത്. അദ്ദേഹം കൃത്യമായി എടുത്തു പറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഭിന്ന ലൈംഗികതയും മാരക പാപത്തിന്റെ പട്ടികയിൽ നിന്ന് പുറത്തായി. വിവാഹം എന്നതിന്റെ നിർവചനം പോലും കത്തോലിക്ക സഭയ്ക്ക് പുനർ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടി വന്നു. ഈ പരിഷ്കാരങ്ങളും നിലപാടുകളും ഒക്കെ പ്രാവർത്തികമാക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. സഭയിൽ പൂർത്തിയായ നടപടികളുമല്ല. എന്നാലും ആ തലത്തിലേക്ക് സഭയുടെ നേതൃത്വത്തിന്റെ ചിന്തയെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 8 പ്രത്യേക സിനഡുകളാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അദ്ദേഹം വിളിച്ചു ചേർത്തത്. ആദ്യ സിനഡിൽ കർദിനാൾമാർ ഒന്നു ചേർന്ന് അദ്ദേഹത്തെ പരിഷ്കരണ നടപടികളെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു. എന്നാൽ ആ പരാജയത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്മാറിയില്ല. മാർപ്പാപ്പയുടെ പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തി സിനഡിന്റെ പാറ്റേൺ മാറ്റി സാധാരണ വിശ്വാസികളും സന്യാസ സഭാ പ്രതിനിധികളും സിനഡിൽ പങ്കാളിയായി വന്നു. വോട്ട് രേഖപ്പെടുത്തി. കൂടുതൽ ചർച്ചകൾക്കായി സിനഡിന്റെ രേഖകൾ ആഗോള കത്തോലിക്ക സഭയിൽ അടിസ്ഥാന യൂണിറ്റായ ഓരോ ഭവനത്തിലും എത്തി. അവിടെ നിന്ന് ഇടവകകളിലേക്കും രൂപതകളിലേക്കും ചർച്ചകൾ കത്തിപ്പടർന്നു. 2025 ഒക്ടോബറിൽ ഈ സിനഡ് രേഖകളിൽ അന്തിമ തീരുമാനമാകുമോ എന്ന് ലോകം കാത്തിരിക്കുമ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാട്. ഇനി എന്താകും ഈ വിഷയങ്ങളിലെ കത്തോലിക്ക സഭയുടെ നിലപാട് എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നൂതന കാലത്ത് ചരിത്രപരമായ നിലപാടുകൾ സ്വീകരിച്ച പരമ ആചാര്യനാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. കത്തോലിക്ക സഭയെ മാറ്റത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ച ക്രിസ്തുവിന്റെ വികാരിയെ കാലം എന്നും അല്ലേ? തീർച്ചയായും. ഈ ഗൾഫിലെ സന്ദർശനം ഉണ്ടായിരുന്നു മാർപ്പാപ്പ. ഗൾഫ് UAE സന്ദർശനം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. അങ്ങനെ UAE ചെന്നു. വിവിധ രാജ്യങ്ങളിലെ UAE എമിറേറ്റുകളിലെ സന്ദർശനം നടത്തി. അങ്ങനെ വലിയൊരു ഇടപെടലായിരുന്നു അദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ ചെയ്ത ഒരു നിലപാട്, സാധാരണ ഈ മാർപ്പാപ്പമാർക്കൊക്കെ ഒരു അമേരിക്കൻ വിധേയത്വം എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. അമേരിക്ക പറയുന്നതിനോടൊക്കെ യോജിച്ച് നിൽക്കുക, ഒരു നിലപാടെടുക്കുമ്പോൾ. പക്ഷെ ഇവിടെ അങ്ങനെയല്ലായിരുന്നു മാർപ്പാപ്പ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ യുദ്ധത്തിന് കടുത്ത വിമർശനമാണ്. അത് പലസ്തീനിലെ ഗാസയിലെ വിഷയത്തിലായാലും ശരി തന്നെ ഒരു പക്ഷം പിടിച്ചിട്ടുമല്ല അദ്ദേഹം പറയുന്നത്. ഇപ്പം ഇസ്രായേലിന് യുദ്ധത്തിനെതിരായി നിലപാടെടുക്കുമ്പോൾ ഏതെങ്കിലും രാജ്യത്തിനെതിരാവുകയല്ല ചെയ്യുന്നത്. ഇസ്രായേലിനെതിരായിട്ടോ പാലസ്തീനെതിരായിട്ടോ അല്ല. അദ്ദേഹം പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം കൊണ്ട് നിങ്ങളൊന്നും നേടുന്നില്ല, ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ യുക്രൈൻ വാറിലും അദ്ദേഹം നിലപാടെടുത്തു. ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കണം, നിങ്ങൾ ചെയ്യരുത്. ഇത് ഇരു രാജ്യങ്ങളും അതിന് എവിടെയൊക്കെ യുദ്ധമുണ്ടോ ആ യുദ്ധങ്ങളെ എല്ലാം അപലപിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ മാനുഷികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചു. അങ്ങേയറ്റം മാനവികതയ്ക്കൊപ്പം നിന്ന ഈ മതത്തിൻ്റെ പൗരോഹിത്യ സമൂഹത്തിൻ്റെ ദുർവാഴ്ചകൾക്കെല്ലാം എല്ലാ ദുഷിപ്പുകളെയും തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വലിയ സംഭാവനയാണ് നൽകിയത്. അങ്ങനെയുള്ളൊരു മാർപ്പാപ്പയുടെ വിയോഗ വാർത്തയാണ് ഇന്നെത്തുന്നത്.